സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ഡ്രൈവർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം കുച്ചിപ്പുടി. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ജി ശങ്കരക്കുറുപ്പ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആര്? CP രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, രാജാറാം മോഹൻ റോയ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ശ്രീ ചിത്തിര തിരുനാൾ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്? കഴ്സൺ പ്രഭു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു? മന്നത്ത് പത്മനാഭൻ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? ദാദാബായ് നവറോജി. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിൽ ആയിരുന്നു? ഗുജറാത്തി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം? മിനുക്ക്. 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദമർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഏകീകൃത സിവിൽ കോഡ്. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യങ്ങളിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെ ആണ്? ഭരണഘടന പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത്? ഓപ്ഷൻ ഡി ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ഓപ്ഷൻ എ, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. 1-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക വിദഗ്ധൻ? KN രാജ്. അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത്? അമൂൽ. ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം? 7-ാം സ്ഥാനം.
ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത്? താർ മരുഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? ലക്ഷദ്വീപ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? കറുത്ത മണ്ണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഉത്തരം തന്നിരിക്കുന്നത് പാലക്കാടാണ്. കേരളത്തിൽ നിലവിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? പുനലൂർ. സാർവത്രിക ദാതാവ് എന്ന് അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? O രക്തഗ്രൂപ്പ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഡയഫ്രം. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ജീവകം ബിയും സിയും. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമേത്? ടൈഫോയിഡ്. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക. അയോഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന്, സോഡിയം എല്ലുകളുടെ രൂപീകരണത്തിന്, കാൽഷ്യം ശരീരത്തിന് ആവശ്യമായ രക്തം നിലനിർത്തുന്നതിന്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? അനോഫിലിസ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? മൃതസഞ്ജീവനി. കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിത ശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗം. ഇനി വരുന്നത് ഡ്രൈവർ എന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഡാഷ് കിലോഗ്രാമിൽ കവിയും. ഓപ്ഷൻ സി 12,000. ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ എഞ്ചിന്റെ താപനില അളക്കാൻ. യു ടേൺ എടുക്കാൻ അനുവദനീയമല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ എല്ലാം. ക്ലച്ച്, ഡിസ്ക്, ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിന്റ്? ഓപ്ഷൻ സി ബെറ്റിംഗ് പോയിന്റ്. ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നലിന്റെ ആവശ്യമില്ല. മണ്ടേറ്ററി സൈനുകളുടെ രൂപം? വൃത്തം. ഒരു വാഹനം 84 കിലോമീറ്റർ സഞ്ചരിക്കാൻ 7 ലിറ്റർ ഡീസൽ ചിലവാക്കുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ ഇന്ധനക്ഷമത എത്ര? ഓപ്ഷൻ സി 12 കിലോമീറ്റർ പ്രതി ലിറ്റർ. ഡീപ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. എൻജിൻ ഓയിൽ ലെവൽ അളക്കാൻ ഡീപ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. വാഹനത്തിന്റെ ഗതികോർജം താപോർജമായി മാറ്റുന്ന സംവിധാനം? ബ്രേക്ക്. എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത്? ഓപ്ഷൻ സി ഡ്രൈവിംഗ് റെഗുലേഷൻസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗം അല്ലാത്തത്? ഗ്ലോ പ്ലഗ്.
നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പീരീഡ് എത്ര കാലമാണ്? ഗ്രേസ് പീരീഡ് ഇല്ല. ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മധ്യം തമ്മിലുള്ള അകലം വീൽ ബേസ്. താഴെ പറയുന്നവയിൽ ഒരു വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം അല്ലാത്തത്. ഓപ്ഷൻ എ. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിലിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഡിഫറൻഷ്യൽ. 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത്. ഓപ്ഷൻ ബി കിക്ക്. എന്താണ് ഷോൾഡർ ചെക്ക്? ഓപ്ഷൻ സി. കൂളന്റ് ഉപയോഗിക്കുന്നത് എൻജിൻ തണുപ്പിക്കാൻ. ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ബ്ലൈൻഡ് സ്പോട്ട്. മാൻഡേറ്ററി സൈനുകളുടെ രൂപം വൃത്തം. ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ടത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ ബ്രേക്ക് ഫേഡിംഗ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ബാറ്ററിയിൽ. വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏത് തരമാണ്? കോൺവെക്സ്. വാഹനത്തിൽ രാസോർജം ഗതികോർജമാക്കി മാറ്റുന്ന സംവിധാനം എൻജിൻ. BS6 വാഹനങ്ങളുടെ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷം. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5 വർഷം. താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത്. സ്കൂൾ ബസ്. വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം ഓഡോമീറ്റർ. പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ടയറിലെ വായുമർദ്ദം അളക്കാൻ. കോസ്റ്റിംഗ് എന്നാൽ ഓപ്ഷൻ സി ആണ്, ക്ലച്ച് അമർത്തി പിടിച്ചോ ഗിയർ ന്യൂട്രലിൽ ഇട്ടോ ഇറങ്ങുന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി പിഴ 1000 രൂപ. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ ബ്ലീഡിംഗ്. ഒരു വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. എൻജിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. വാഹനത്തിന്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് ഡാഷ് എന്നിവയുടെ ഒരു മിശ്രിതമാണ്. ജലം. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? പിന്നിലെ ചക്രങ്ങളിൽ. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിന്റെ ഗുണങ്ങൾ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം മോട്ടോർ ക്യാബ്. ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 50 കിലോമീറ്റർ പ്രതി മണിക്കൂർ. താഴെ പറയുന്നവയിൽ എന്ത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിൽ ഇല്ലാത്തത്? വേഗത കുറയ്ക്കാൻ. ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഡ്രൈവർ ഡാഷ് ലൈറ്റ് ഓണാക്കേണ്ടതാണ്. ഡിപ്ഡ് ലൈറ്റ്. ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്? ഫയർ സർവീസ് വാഹനം. ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 25 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 60 കിലോമീറ്റർ പെർ മണിക്കൂർ. ഒരു റെന്റ് എ ക്യാബ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം. ഓപ്ഷൻ സി കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും. ഫയർ ഹോൺ അനുവദനീയമായ വാഹനം. ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല. താഴെ പറയുന്നവയിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ധവസിലെടുക്കാവുന്നത്?
മുകളിൽ പറഞ്ഞവ എല്ലാം. ഓപ്ഷൻ ഡി. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ന്യൂമാറ്റിക്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഉത്തരങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവർ ഉറപ്പായിട്ടും ഫൈനൽ ആൻസർ കീയിലെ ആൻസേഴ്സ് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്